ബഹിരാകാശ യാത്രികരുടെ ഹെൽമെറ്റിനുള്ളിൽ കാണപ്പെടുന്ന വളരെ ലളിതവും എന്നാൽ അതിപ്രധാനവുമായ ഒരു സംവിധാനമാണ് വത്സൽവ ഉപകരണം. ബഹിരാകാശ യാത്രികർ സ്പേസ് സ്യൂട്ട് ധരിക്കുമ്പോൾ അവരുടെ മൂക്ക് ചൊറിയുവാനോ പിടിക്കുവാനോ സാധിക്കില്ല. അന്തരീക്ഷ മർദ്ദത്തിൽ വ്യത്യാസം വരുമ്പോൾ ചെവിക്കുള്ളിലെ മർദ്ദം ക്രമീകരിക്കുവാനായി മൂക്കടച്ചു പിടിച്ച് ശ്വാസം പുറത്തേക്ക് വിടേണ്ടതായി വരും. ഇതിനായി ഹെൽമെറ്റിനുള്ളിൽ മൂക്കിന് സമീപം ഘടിപ്പിച്ചിട്ടുള്ള സ്പോഞ്ച് പോലെയുള്ള ഒരു ചെറിയ കഷ്ണമാണ് വത്സൽവ ഉപകരണം. വിമാനം ഉയരുമ്പോഴോ താഴുമ്പോഴോ നമ്മുടെ ചെവി അടഞ്ഞു പോകുന്ന അനുഭവം ഉണ്ടാകാറില്ലേ? ഇതിനെ ഇയർ പോപ്പിംഗ് എന്ന് വിളിക്കുന്നു. ബഹിരാകാശ യാത്രികർ സ്പേസ് സ്യൂട്ടിനുള്ളിൽ മർദ്ദത്തിലെ മാറ്റം വരുമ്പോൾ അവരുടെ ചെവിക്കലിന് അഥവാ ഇയർ ഡ്രമ്മിന് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാനായി ഈ ഉപകരണം സഹായിക്കുന്നു. യാത്രികൻ തൻ്റെ മൂക്ക് ഈ ഉപകരണത്തിൽ അമർത്തി വെച്ചുകൊണ്ട് വായ അടച്ച് ശക്തമായി ശ്വാസം പുറത്തേക്ക് വിടുന്നു. ഇത് യൂസ്റ്റേഷൻ ട്യൂബ് വഴി മധ്യകർണത്തിലെ മർദ്ദം തുല്യമാക്കുവാൻ സഹായിക്കുന്നു. ഈ പ്രക്രിയ വത്സൽവ മാനുവർ എന്ന് വിളിക്കുന്നു. 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇറ്റാലിയൻ അനാറ്റമിസ്റ്റ് അന്റോണിയോ മറിയ വത്സൽവയുടെ പേരിൽ നിന്നാണ് ഈ പേര് വന്നത്. അദ്ദേഹം മനുഷ്യന്റെ ചെവിയെക്കുറിച്ച് പഠിക്കുകയും മർദ്ദം ക്രമീകരിക്കുവാനുള്ള ഈ രീതി ആദ്യമായി വിവരിക്കുകയും ചെയ്തിരുന്നു. ഇത് ബഹിരാകാശത്ത് മാത്രമല്ല, ആഴക്കടലിൽ ഡൈവിംഗ് നടത്തുന്നവരും വിമാന പൈലറ്റുമാരും പതിവായി ഉപയോഗിക്കുന്ന ഒരു വിദ്യ കൂടിയാണ്. ഹെൽമെറ്റിനുള്ളിലിരിക്കുമ്പോൾ മൂക്കിന് അസഹനീയമായ ചൊറിച്ചിൽ അനുഭവപ്പെട്ടാൽ അത് മാറ്റുവാനും യാത്രക്കാർ ഈ വത്സൽവ ഡിവൈസിനെ ആശ്രയിക്കാറുണ്ട്. കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചുണ്ടാക്കുന്ന സ്പേസ് സ്യൂട്ടിനുള്ളിൽ ഏറ്റവും ലളിതമായ ഭാഗങ്ങളിൽ ഒന്നാണ് ഇത്. പലപ്പോഴും ഇത് വളയ്ക്കാനാവുന്ന ഒരു ചെറിയ ബ്ലോക്ക് മാത്രമാണ്. സ്പേസ് വാക്കിനിടെ ചെവിയിലെ മർദ്ദം ക്രമീകരിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് കഠിനമായ വേദനയ്ക്കും കേൾവിശക്തി തകരാറിലാക്കുവാനും കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ ഈ ചെറിയ ഉപകരണം ജീവൻ രക്ഷാ ഉപകരണത്തിന് തുല്യമാണ്. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.